നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ തീ പടർന്നെന്ന് ഓടി നടന്നു പറഞ്ഞ് എയർ ഹോസ്റ്റസ്. പിന്നാലെ യാത്രക്കാർ രക്ഷപ്പെടാൻ പല വഴിയും സ്വീകരിച്ചു. എന്തിന് വിമാനത്തിൽ നിന്നും പുറത്തു ചാടുന്ന സാഹചര്യം വരെ ഉണ്ടായി. മാഞ്ചസ്റ്ററിലേക്ക് പറക്കാൻ ഒരുങ്ങിയ വിമാനത്തിന്റെ ഇടനാഴിയിലൂടെയാണ് എയർ ഹോസ്റ്റസ് യാത്രക്കാരോട് എത്രയും പെട്ടെന്ന് വിമാനത്തിൽ നിന്ന് ഒഴിയുക, തീ പടരുന്നുണ്ട് എന്നൊരു സന്ദേശം നൽകിയത്. എന്തായാലും നാടകീയമായ സംഭവവികാസങ്ങളാണ് അരങ്ങേറിയത്. വിമാനത്തിൽ തീ പടർന്നെന്ന ആശങ്കയിൽ പിന്നാലെ യാത്രക്കാർ പുറത്തു ചാടുന്ന സാഹചര്യം ഉണ്ടായി. യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. റെയിൻ എയറിനാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവവികാസങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. മജോക്രയിലെ പാൽമയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ഇത് പുറപ്പെടേണ്ടിരുന്ന സമയത്തിൽ നിന്നും 2 മണിക്കൂർ വൈകിയാണ് പിന്നീട് ഈ സംഭവവികാസങ്ങളെ കൊണ്ട് യാത്ര പുറപ്പെട്ടത്. റൺവേയിലേക്ക് സാവധാനം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു പിൻഭാഗത്തു നിന്നും വലിയൊരു ശബ്ദം ഉയർന്നത്. ഉടനെ എല്ലാ യാത്രക്കാരും വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ജീവനക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെയായിരുന്നു ഈ സംഭവ വികാസങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിൽ അരങ്ങേറിയത്. വിമാനത്തിലുണ്ടായിരുന്ന സ്വയം തൊഴിൽ സംരംഭക കൂടിയായ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ഡാനിയല കെല്ലി എന്ന 56-കാരി തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. തൻ്റെ 18 വയസ്സുള്ള മകളുമൊത്തായിരുന്നു ഇവർ വിമാനത്തിലായിരുന്നത്. ആദ്യം അവർ വിചാരിച്ചത്, അതായത് ഇപ്പോൾ പിന്നിലൊരു ശബ്ദം കേൾക്കുന്നു, പിന്നാലെ എയർ ഹോസ്റ്റസ് ഓടി വരുന്നു, ഇത്തരത്തിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. അപ്പോൾ യാത്രക്കാർ ആദ്യം കരുതിയത് വിമാനത്തിനുള്ളിൽ തീവ്രവാദികൾ കയറിയിട്ടുണ്ടാകും എന്നാണ്. പക്ഷേ പെട്ടെന്നായിരുന്നു ഈ എയർ ഹോസ്റ്റസ് ഓടി വന്നതും ഒരു പുരുഷ ജീവനക്കാരൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ പുറകിൽ നിന്നും മുൻഭാഗത്തേക്ക് ഓടി വരുന്നതും യാത്രക്കാർ കണ്ടു. പിന്നീട് അയാൾ എല്ലാവരും വിമാനത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ആക്രോശിച്ചു. പെട്ടെന്ന് തന്നെ ഇറങ്ങൂ എന്നൊരു നിർദ്ദേശം ഈ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് നൽകുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ ശബ്ദം കേൾക്കുന്നു, പിന്നാലെ എല്ലാവരും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണമെന്ന നിർദ്ദേശം കിട്ടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ യാത്രക്കാർ ആകെ ആശങ്കാകുലരായി. പലരും വാതിൽ തുറക്കാൻ അലറി വിളിച്ചു. പക്ഷേ എന്താ സംഭവിക്കുന്നത് പോലും അറിയാതെ ആൾക്കാർ പരസ്പരം രക്ഷപ്പെടുക എന്നൊരു മാർഗം മാത്രമാണ്. എന്ത് സംഭവിക്കുന്നു എന്നത് രണ്ടാമത്തെ കാര്യം. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുക, രക്ഷപ്പെടുക എന്നൊരു ലക്ഷ്യം മാത്രമേ യാത്രക്കാർക്കുണ്ടായിരുന്നുള്ളൂ. എന്തായാലും എല്ലാവരും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ ജീവനക്കാർ മുൻവാതിൽ ഒരു എമർജൻസി ഏണി വെച്ചു. പക്ഷേ വിമാനത്തിന്റെ നടുഭാഗത്തിരുന്നവർക്ക് ചിറകിൽ നിന്ന് ഏതാണ്ട് 18 അടി താഴേക്ക് ചാടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം തീയോ മറ്റു സ്ഫോടനമോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏണി വഴി ഇറങ്ങി രക്ഷപ്പെടാൻ സമയമെടുക്കും. അപ്പോൾ ഈ വിമാനത്തിന്റെ നടുക്ക് ഭാഗത്തുള്ളവർക്ക് അത്രയും പേര് ഇറങ്ങണം. അപ്പോൾ അവർ ഈ ഒരു ഇത്രയും നേരം കാത്തിരിക്കുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ആശങ്ക ആ യാത്രക്കാരെ വേട്ടയാടുന്നു. അപ്പോൾ അവർക്ക് മുന്നിലുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വെളിയിലേക്ക് ചാടുക എന്നതായിരുന്നു. എന്തായാലും ലഗേജ് വരെ ഉപേക്ഷിച്ചാണ് രക്ഷപ്പെടുക എന്നൊരു നിർദ്ദേശം ജീവനക്കാരൻ യാത്രക്കാർക്ക് നൽകിയത്. ഇതുകൂടി കേട്ടപ്പോൾ, അതായത് ലഗേജ് പോലും എടുക്കാതെ രക്ഷപ്പെടുക, അപ്പോൾ പെട്ടെന്ന് അത്തരത്തിലെന്തോ വലിയൊരു അപകടം മുന്നിലേക്ക് വരുന്നു എന്ന ഒരു പരിഭ്രാന്തി തന്നെയാണ് ആ ഒരു ഫ്ലൈറ്റിൽ അരങ്ങേറിയത്. അതേസമയം ചികിത്സയിൽ കഴിയുന്ന ചില വ്യക്തികൾ, അതായത് വിമാനത്തിൽ നിന്നും ചാടി പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന ചില വ്യക്തികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. പൈലറ്റോ മറ്റു ജീവനക്കാരോ ഒരു അറിയിപ്പ് നൽകിയില്ല. ഇപ്പോൾ പാൽമയിലെ ആശുപത്രിയിലാണ് പലരും ചികിത്സയിൽ കഴിയുന്നത്. മാത്രമല്ല തങ്ങളുടെ സീറ്റിനടുത്തുള്ള വാതിൽ തുറന്നു ഓടി ചിറകിന് മുകളിലെത്തി താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ഇത്തരത്തിൽ താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും താഴേക്ക് ചാടുമ്പോൾ, അത്രയും ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ഉണ്ടാകാവുന്ന പരിക്കുകളാണ് യാത്രക്കാരെ ബാധിച്ചിരിക്കുന്നത്. താഴേക്ക് ചാടി അവർ പരിക്ക് മൂലം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഗ്രൗണ്ട് ജീവനക്കാർ അവരോട് എത്രയും പെട്ടെന്ന് വിമാനത്തിൽ നിന്നും അകലേക്ക് നീങ്ങാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി താഴേക്ക് ചാടുന്നു, അനങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രയും ഒരു ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കാമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടയിൽ അങ്ങനെ വീണ് നിലത്ത് കിടക്കുമ്പോഴാണ് വിമാനത്തിൻ്റെ അടുത്തുനിന്ന് മാറണം, അകലേക്ക് നീങ്ങണം എന്നൊരു നിർദ്ദേശം വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പൈലറ്റോ വിമാന ജീവനക്കാരോ മുന്നോട്ട് വന്നില്ല എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആകെ കുത്തഴിഞ്ഞ, അല്ലെങ്കിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത, യാതൊരു ക്രമീകരണങ്ങളും ഇല്ലാത്ത അവസ്ഥയായിരുന്നു വിമാനത്തിനുള്ളിൽ സംഭവിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു.
വ്യക്തമായ നിർദ്ദേശങ്ങൾ ആരും നൽകിയില്ല. 18ഓളം പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. അതിൽ 6 പേർ ആശുപത്രിയിലാണ്. വിമാനത്തിലെ ഒരു ജീവനക്കാരിയും അതിലുണ്ട് എന്നാണ് കരുതുന്നത്. തെറ്റായ ഒരു ഫയർ വാർണിംഗ് മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് റയൻ എയർ വക്താവ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും സംഭവങ്ങളുണ്ടായി. യാത്രക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ചാടി അവർക്ക് പരിക്ക് ഏൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും റയൻ എയർ വക്താക്കൾ അതിന് അധികൃതർ അറിയിക്കുന്നത് ഒരു ഫയർ വാർണിംഗ്, അതായത് ഒരു അഗ്നിബാധയുണ്ട് എന്ന ഒരു സന്ദേശം അത് അവർക്ക് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയിലൂടെ സംഭവിച്ച ഒരു മുന്നറിയിപ്പായി പോയി. അതാണ് അത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വിമാനത്തിൽ നിന്ന് ചാടി പരിക്ക് പറ്റിയ യാത്രക്കാർ ചികിത്സയിലാണ്. മറ്റ് യാത്രക്കാർ, സുരക്ഷിതരായ യാത്രക്കാരുമായി വിമാനം യാത്ര ചെയ്യുകയും ചെയ്തു. എന്തായാലും മറ്റ് യാത്രക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട യാത്രക്കാർക്ക് പകരം വിമാനം ഒരുക്കുകയും അവർ യാത്ര തുടരുകയും ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. എയർ ഇന്ത്യ വിമാനം അപകടം, അത് നമുക്കുണ്ടാക്കിയ ആഘാതം വലുത് തന്നെയാണ്. അതിനുശേഷം എയർ ഇന്ത്യയിലെ ജീവനക്കാർക്ക് സംഭവിക്കുന്നത് എന്താണ്? എയർ ഇന്ത്യ, ഇൻഡിഗോ വിമാന കമ്പനികളിലെ ജീവനക്കാർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് മാനസികാരോഗ്യ വർക്ക്ഷോപ്പ് നടത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശം. ജൂൺ 12-ന് 260 പേരുടെ ജീവൻ കവർന്ന അഹമ്മദാബാദ് വിമാന അപകടം അത് പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂ ജീവനക്കാരെയും മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ അവർക്കൊരു മാനസികാരോഗ്യ വർക്ക്ഷോപ്പ് നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയിലെ ജീവനക്കാർ ശരിയായ മാനസികാവസ്ഥയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം സമ്മർദ്ദത്തിലായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാനസികാരോഗ്യ വർക്ക്ഷോപ്പുകളും കൃത്യമായ പിന്തുണയും ജീവനക്കാർക്ക് ഉറപ്പാക്കാൻ DGCA ആവശ്യപ്പെടുകയുണ്ടായി. വിമാനയാത്രയോടനുബന്ധിച്ച് ക്രൂ അംഗങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റിന്റെ ലഭ്യത ഉറപ്പാക്കണം. ഇൻഡിഗോ വിമാന കമ്പനിയോട് വർക്ക്ഷോപ്പുകൾ നടത്തുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിമാനം പറത്താൻ തയ്യാറല്ലെങ്കിൽ ജീവനക്കാരെ ജോലിക്ക് വരാൻ നിർബന്ധിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വിമാന കമ്പനികളോട് DGCA നൽകിയിരിക്കുന്നത്. അതേസമയം ഈയിടയ്ക്ക് ഒരു വിമാനം വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. US-ലാണ് സംഭവം. ഈ എയർപോർട്ട് അധികൃതർ കണ്ടു നിൽക്കെയാണ് അപകടം സംഭവിച്ചത്. ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി ടാക്സി റെയിലൂടെ പതിയെ വിമാനം നീങ്ങുകയായിരുന്നു. ക്ലിയർ ടു ടേക്ക് ഓഫ് കമാൻഡിൽ ട്രസ്റ്റ് കൊടുത്തപ്പോഴാണ് പൈലറ്റ് അപകടം മനസ്സിലാക്കിയത്. നിമിഷ നേരം കൊണ്ട് മുൻഭാഗം ഇളകിത്തെറിച്ച് റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ യാത്രക്കാർ അടക്കം ഭയന്ന് നിലവിളിച്ചു. ജെറ്റ് ബ്ലൂ വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ടേക്ക് ഓഫിനായി റൺവേയിലെത്തിയ വിമാനം തെന്നിമാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ടാക്സിവേയിൽ നിന്ന് വിമാനം സമീപത്തെ പുൽമൈതാനത്തിലേക്ക് തെന്നിമാറി. ജെറ്റ് ബ്ലൂ എയർലൈൻ്റെ 488 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഓർലാൻഡോയിൽ നിന്ന് മസാച്യൂസെറ്റ്സിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഈ വിമാനം. ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിനിടെ വിമാനത്തിന്റെ മുൻഭാഗം തറയിലേക്ക് പതിച്ചു. സാങ്കേതിക തകരാറാണ് സംഭവത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം മറ്റൊരു ഒരു സംഭവം കൂടി നമുക്ക് നോക്കാം. സ്പെയിനിലെ പാൽമ ദെ മാലോഗ വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ചിറകിൽ അഗ്നിബാധയുണ്ടായി. പിന്നാലെ യാത്രക്കാരെ വലത് ചിറകിലൂടെ അടക്കം പുറത്തേക്ക് ഇറക്കുന്ന സാഹചര്യമുണ്ടായി. റയാൻ എയറിന്റെ ബോയിങ് 737 വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. 18 പേർക്ക് അഗ്നിബാധയിൽ പരിക്കേറ്റു. പുലർച്ചെ 12:35 സംഭവം അരങ്ങേറിയത്. ഇടത് ചിറകിൽ തീ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിമാനത്തിലെ ക്രൂ അംഗങ്ങളാണ് എമർജൻസി അറിയിപ്പ് നൽകിയത്. പിന്നാലെ തന്നെ യാത്രക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തു. യാത്രക്കാരിൽ ഒരാളുടെ മൊബൈലിൽ വന്ന സന്ദേശം മൂലം അമേരിക്കൻ എയർലൈൻസിന്റെ വിമാന യാത്രാമധ്യേ തിരിച്ചിറക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.